ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നടന്ന PSC എക്സാമിനേഷൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി കാറ്റഗറി കോഡ് 471/2024 ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് സയൻസ് പാർട്ടിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളുടെ ഡിസ്കഷൻ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ് സ്റ്റഡി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തെ 10 മാത്സ് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും, അതുകൂടി കണ്ടു നോക്കാം. സോ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഭൂമിയുടെ ലോയർത്ത് ഭ്രമണപഥത്തിൽ രണ്ട് ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും ആന്റി ഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിന് വേണ്ടി വിക്ഷേപിച്ച ISRO ദൗത്യത്തിന്റെ പേരേത്? അതിന്റെ പേരെന്ന് പറയുന്നത് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് മിഷൻ അഥവാ സ്പെഡെക്സ് ആയിരുന്നു. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. റൂദർഫോർഡിന്റെ ആൽഫ പാർട്ടിക്കിൾ കിരണ വിസരണ പരീക്ഷണത്തിൽ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിലെ തെറ്റായ നിരീക്ഷണം ഏത്? സ്വർണ്ണ തകിടിലൂടെ മിക്ക കണങ്ങളും വ്യതിയാനമില്ലാതെ കടന്നുപോയി. ശരിയാണ്, കാരണം ആറ്റത്തിലെ മജോറിറ്റി ഓഫ് ദ സ്പേസ് എന്ന് പറയുന്നത് empty ആയതുകൊണ്ട് നോ സ്കാറ്ററിംഗ് വിത്തൗട്ട് എനി ഡീവിയേഷൻ കടന്നുപോയി. മൂന്നാമത്തെ ഓപ്ഷൻ ആൽഫ കണങ്ങൾ ഒരു ചെറിയ ഭാഗം ചെറിയ കോണുകളിൽ വ്യതിചലിച്ചു. അതായത് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ആറ്റത്തിന്റെ ചെറിയ ഭാഗം ഒക്കുപ്പൈ ചെയ്യുന്നു. അപ്പൊ അതിനടുത്തേക്ക് വരുന്ന ആൽഫ പാർട്ടിക്കിൾ സ്മോൾ ആംഗിളിൽ ഡീവിയേറ്റ് ചെയ്യപ്പെട്ടു. വളരെ കുറച്ച് കണങ്ങൾ 180 ഡിഗ്രി വ്യതിചലിച്ചു. കാരണം ദ ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ബിറ്റ്വീൻ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് സ്ട്രൈക്ക് ബിറ്റ്വീൻ എന്തുവരും ആൽഫ പാർട്ടിക്കിളും ന്യൂക്ലിയസ് തമ്മിലുള്ള ഫേസ് ടു ഫേസ് കൊളീഷന്റെ ഫലമായിട്ടാണ് സ്ട്രൈക്കിംഗ് സംഭവിച്ചത്. സോ ഇതിനകത്ത് സ്വർണ്ണത്തകിലൂടെ മിക്ക ആൽഫ കണങ്ങളും 180 ഡിഗ്രി വരെ വ്യതിചലിച്ചു. തെറ്റാണ്, അങ്ങനെ ഒരു ഡീവിയേഷൻ സംഭവിച്ചിട്ടില്ല. കാരണം മജോറിറ്റി ഓഫ് ദ സ്പേസ് എന്ന് പറയുന്നത് empty ആണ്. സോ ഇവിടെ തെറ്റായ നിരീക്ഷണം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അറ്റോമിക് സംഖ്യ 120 ഉള്ള മൂലകത്തിന്റെ IUPAC നാമം എന്ത്? സോ ഒരു എലമെന്റ് 100 ശേഷമുള്ള എലമെന്റുകൾ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ IUPAC പെട്ടെന്നൊരു നോമൻക്ലേച്ചർ നടത്തും, പിന്നീട് വേറൊരു പേര് കൊടുക്കാം. സോ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒന്നിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ലെറ്റർ എന്ന് പറയുന്നത് ഒന്നിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ലെറ്റർ എന്ന് പറയുന്ന ഉണ്ണാണ്. ഉൺ അല്ലെങ്കിൽ ഉൺ ഓർ അൺ. ദെൻ 2 എന്ന് പറയുന്നത് ബൈ ആണ്, ഉൺ ബൈ. ദെൻ 0 എന്ന് പറയുന്നത് നില്ലാണ്. അപ്പൊ എന്ത് കിട്ടും? ഉൺ ബൈ നിൽ. പിന്നെ എല്ലാ എലമെന്റിനും ലാസ്റ്റ് EM കൂടി ചേർക്കണം. അൺബൈനിലിയം ഓർ ഉൺ ബൈനിലിയം. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ഇപ്പൊ നേരെ മറിച്ച് ഉൺ ബൈ പെന്റിയം. അതിന്റെ അർത്ഥം എന്താ? ഉണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, ബൈ എന്ന് പറയുന്നത് 2, പെന്റ് എന്ന് പറയുമ്പോൾ 5, 125. ദെൻ ഉൺ ബൈ ഒക്ടിയം. അപ്പൊ ഇതിന് 1, 2, 8 എന്ന് വരും. ക്ലിയറാ? അങ്ങനെയാണ് നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ അർത്ഥലോഹം എന്ന് പറഞ്ഞാൽ മെറ്റലോയിഡ് അല്ലാത്താണ് കണ്ടുപിടിക്കേണ്ടത്. മെറ്റലോയിഡ് അല്ലാത്താണ് കണ്ടുപിടിക്കുക. സിലിക്കൺ എന്ന് പറയുന്ന ഒരു മെറ്റലോയിഡ് ആണ്. ടെലൂറിയം എന്ന് പറയുന്ന ഒരു മെറ്റലോയിഡ് ആണ്. ജെർമേനിയം എന്ന് പറയുന്ന ഒരു മെറ്റലോയിഡ് ആണ്. പക്ഷെ മഗ്നീഷ്യം എന്ന് പറയുന്ന ഒരു മെറ്റൽ ആണ്. എസ് ബ്ലോക്ക് എലമെന്റിൽ വരുന്ന ഒരു എന്താ പറയാ റെയർ എർത്ത് എലമെന്റ് ആണ്. ഓക്കെ, സോ അപ്പൊ ഇതെന്താ ഗ്രൂപ്പ് 2 വരുന്നതാണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥയാണ്. ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് കളർ ഗ്ലാസ് കണ്ടൻസേറ്റ് എന്ന് പറയുന്നതാണ്. പ്ലാസ്മ എന്ന് പറയുന്നതും ദ്രവ്യത്തിന്റെ മാറ്റർ ആണ്. പക്ഷെ അത് എന്ന് പറയുന്നത് 9ാമത്തെ അവസ്ഥ അല്ല. ജോൺ ടെല്ലർ മെറ്റൽ എന്ന് പറയുന്നതിന് ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആയിട്ട് ഇതുവരെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയൽ. ഓപ്ഷൻ ബി ആണ്. ഇതിന്റെ ഇടയ്ക്ക് വന്ന് നമ്മൾ കണ്ടത് മാത്രമേ ഉള്ളൂ. 2012 കേരള സർക്കാർ തിരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യത്തെ ജൈവവൈദ്യുത പൈതൃക കേന്ദ്രം, അതായത് ഫസ്റ്റ് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സെന്റർ, കൊല്ലം ആശ്രമത്തിലെ കണ്ടൽ വനങ്ങൾ. ഇതിന്റെ ഇടയ്ക്ക് വന്നതുകൊണ്ട് അതങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ദെൻ നമ്മളിപ്പോ നോക്കുമ്പോൾ പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ദാറ്റ് മീൻ ദ വേവ് പ്രോപ്പർട്ടി ഓഫ് റിഗാർഡിംഗ് ദി വേവ് പ്രോപ്പർട്ടി ആണ്. സോ ചിലപ്പോൾ ഈ ചോദ്യം എന്താ പറയുക ഡിലീറ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം പലരും പല കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. ഈ വേവ് തിയറി എന്ന് പറയുന്നത് പ്രപ്പോസ് ചെയ്തത് ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. വേവ് തിയറി പ്രപ്പോസ് ചെയ്തത് ഈ വേവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവയുടെ ഇന്റർഫിയറൻസ് പാറ്റേണിനെ പറ്റിയൊക്കെ ഒരു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഒക്കെ വെച്ചിട്ട് പഠിച്ചത് തോമസ് യങ് ആണ്. തോമസ് യങ് അതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു തിയറി ആയിട്ട് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്ത ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. സോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്രിസ്റ്റ്യൻ ഹൈജൻസിനെ എടുക്കാം. ചിലപ്പോൾ ബിയും ഡിയും ശരിയാണെന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ തെറ്റി ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം. അതർവൈസ് ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. താഴെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏത്? ഏറ്റവും ശക്തി കുറഞ്ഞ ബലം എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അതിനുശേഷം വരുന്നതെന്ന് പറയുന്നത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. അതിനുശേഷം വരുന്നതെന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. അതിനുശേഷം വരുന്നതെന്ന് പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. സോ ഇതിനകത്ത് ഏറ്റവും വീക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഗുരുത്വാകർഷണ ബലം അഥവാ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്.
കിലോ വാട്ട് അവർ എന്നത് ഏത് ഭൗതിക അളവിന്റെ യൂണിറ്റ് ആണ്? വാട്ട് എന്ന് പറയുന്നത് പവറിന്റെ യൂണിറ്റ് ആണ്. വാട്ട് അവർ എന്ന് പറയുമ്പോൾ പവർ ഇൻറ്റു ടൈം. പവർ ഇൻറ്റു ടൈം എന്ന് പറയുന്നത് നമുക്ക് വർക്ക് അഥവാ എനർജിയാണ് ലഭിക്കുക. സോ എനർജിയുടെ യൂണിറ്റ് ഓപ്ഷൻ സി ആണ് വരിക. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് വരും, പവറിന്റെ യൂണിറ്റ് ആയിട്ട് വാട്ട് വരും, ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ വരും. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി എനർജിയാണ്. എനർജിയുടെ മറ്റൊരു യൂണിറ്റ് ആണ് ജൂൾസ് എന്ന് പറയുന്നത്. ക്ലിയർ? ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള സയൻസ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതുകൂടി മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് റണ്ണിങ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.